എൽ ഡി എഫിനും കണക്കൂട്ടൽ വിജയത്തിൻ്റെത് തന്നെയാണ്. എന്താണ് അവരുടെ കണക്കൂട്ടലിൻ്റെ ലോജിക് എന്ന് പറയാൻ ദീപക് തർമ്മടം ചേരുന്നു. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ എൽ ഡി എഫിൻ്റെ ആദ്യ കണക്കുകളിലെല്ലാം പരാജയമായിരുന്നു. വോട്ടിന് 8000 വോട്ടിനേറെ പുറകിലായിരുന്നു പാർട്ടി വോട്ടുകൾ എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു കണക്ക് അവതരിപ്പിച്ചു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഏറ്റവും ഒടുവിൽ ബൂത്ത് സെക്രട്ടറിമാരെ മണ്ഡലം സെക്രട്ടറി വിളിച്ച് വീണ്ടും കണക്കെടുത്തപ്പോൾ ആ കണക്ക് പ്രകാരം 4000 വോട്ടിനെങ്കിലും ഇടതുമുന്നണി എം സ്വരാജ് ജയിക്കുമെന്നുള്ളതാണ്. അതായത് പാർട്ടി വോട്ടുകളുടെ മാത്രം കണക്കിലാണിത്. ഇതിനപ്പുറം കാൻഡിഡേറ്റ് വോട്ടും അടിയൊഴുക്കുകളും എല്ലാം ഉണ്ടാകാം. 4000 വോട്ടിന് ജയിക്കുന്നതിൽ CPM പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമരമ്പലം പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയർന്നു. 77.30% അമരമ്പലം പഞ്ചായത്തിലെ പോളിംഗ് നിരക്ക്. അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് പൊതുവിൽ മൊത്തം 7 പഞ്ചായത്തിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലുമുള്ള പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് വന്ന പഞ്ചായത്തുകളിൽ ഒന്ന് അമരമ്പലമാണ്. മറ്റൊന്ന് മൂത്തേടമാണ്. മൂത്തേടത്ത് 77.70% വന്നിരിക്കുന്നത്. മൂത്തേടത്തിൽ വലിയ ലീഡ് ഉണ്ടാകില്ല. പക്ഷേ എന്നാൽ മറ്റു പഞ്ചായത്തുകൾ പോത്തുകൽ, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ, കരളായി, അമരമ്പലം ഇത്രയും പഞ്ചായത്തുകളിൽ നിന്നും വലിയ ലീഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതും അതിൽ അമരമ്പലവും നഗരസഭയും. പക്ഷേ എസ് കെ ഈ നഗരസഭയുടെ കണക്കിൽ അതിൽ PV അൻവർ സ്വാധീനം വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ആ കണക്ക് എത്രമാത്രം ശരിയാകുമെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിന് ഇടതുമുന്നണി ജയിക്കുമെന്ന കണക്കൂട്ടിലാണ് LDF ക്യാമ്പ്. എന്നാൽ അതേ സമയത്ത് നേരത്തെ വിപിൻ പറഞ്ഞ പോലെ UDF ഏതാണ്ട് 15000 വോട്ട് ആദ്യം പറഞ്ഞു. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 8000 വോട്ടിന് ജയിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അൻവർ വളരെ കോൺഫിഡൻ്റായി വലിയ വോട്ട് പിടിക്കും എന്ന് പറയുമ്പോൾ അൻവർ ഒരു 15000 വോട്ട് പിടിച്ചാൽ അതിൽ 10000 വോട്ടോളം UDFൻ്റെതായിരിക്കും എന്നും CPM കണക്കൂട്ടുകയാണ്. കാരണം UDF ക്യാമ്പിൽ നിന്നും ലീഗ് ക്യാമ്പിൽ നിന്നും വോട്ട് പിടിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് SDPIയുടെ വോട്ട് UDFന് കിട്ടേണ്ടതാണ്. അത് SDPI അവരുടെ സ്ഥാനാർത്ഥി തന്നെ പിടിച്ചാൽ ഒരു 2500 വോട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് ഒരു 4000-ന് താഴെയുള്ള വോട്ടിന് വിജയിക്കാൻ ആകുമെന്നുള്ളതാണ്. അത് സാധൂകരിക്കുന്ന കണക്കുകളാണ് ബൂത്ത് സെക്രട്ടറിമാർ നൽകിയിരിക്കുന്നത്. ആ കണക്ക് ഇന്നലെ സംസ്ഥാന സെക്രട്ടറിക്ക് AK സെൻറ്ററിലേക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SK. ഓക്കെ, ദീപക് തർമ്മടമാണ് നമുക്കിപ്പം ചേർന്നത്.